പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ കർമ്മനാഥയുടെ വത്സലമക്കളായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒത്തിരിയ സഖ്യത്തിൻ്റെ പ്രവർത്തനത്തിനായി കഴിഞ്ഞ ഞായറാഴ്ച ജൂലൈ 21 ഞങ്ങൾ പറവൂരുള്ള കൊത്തലേങ്കോ ദേവാലയത്തിൽ പോയി. അവിടെ 200ഓളം പേർക്ക് 400ഓളം പേർക്ക് ഒത്തിരിയും വെഞ്ചിരിച്ച് നൽകി കഴുത്തിലണിയിച്ച് ഒത്തിരി സഖ്യത്തിൽ അംഗങ്ങളാക്കി തീർത്തു. അന്ന് രാവിലെ 9:30 പരിപാടിയിൽ ആരംഭിച്ചത്. ഈ കൊത്തലേങ്കോ ദേവാലയം 1993 ഒക്ടോബർ 31 ഒരു കപ്പേളയായിട്ടാണ് ആരംഭിച്ചത്. കൃത്യം ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ 1994 ഒക്ടോബർ 31 അത് ഇടവകയായി ഉയർത്തപ്പെട്ടു. കോട്ടപ്പുറം രൂപതയിലെ ഒരു ഇടവകയാണ് ഈ പറവൂർ കൊത്തലേങ്കോ ഇടവക. ഇത് ഏഷ്യയിലെ ആദ്യത്തെ ദേവാലയം, കൊത്തലേങ്കോ വിശുദ്ധൻ്റെ നാമധേയത്തിലുള്ള ആദ്യത്തെ ദേവാലയവും ആദ്യത്തെ ഇടവകയുമാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ വളരെയേറെ പ്രത്യേകത പ്രാധാന്യം ഉൾക്കൊള്ളുന്ന ഒരു ദേവാലയവുമാണ് ഈ കൊത്തലേങ്കോ ദേവാലയം. കൊത്തലേങ്കോ സന്യാസ സമൂഹമാണ്. ആ സന്യാസ സമൂഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് ആ ഇടവക മുന്നോട്ട് പോകുന്നത്. അവിടെ 220 കുടുംബങ്ങളുണ്ട്. അവിടെ സ്ഥിരതാമസമാക്കി ഇനിയും കൂടുതൽ പേർ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പറവൂർ പട്ടണത്തിൻ്റെ ഏതാണ്ട് ഹൃദയഭാഗത്താണ് ഈ കൊത്തലേങ്കോ ദേവാലയം. മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർ പട്ടണത്തിൻ്റെ സൗകര്യങ്ങൾ അന്വേഷിച്ച് വന്നു ചേരുന്നത് ഈ ഇടവക അതിർത്തിയിലാണ്. ആ ഇടവക അവിടെ തുടങ്ങിയിട്ട് ഈ ഒക്ടോബർ 31 30 വർഷം പൂർത്തിയാവും. 30ാമത്തെ വർഷത്തിൻ്റെ ഒരു പ്രത്യേക പദ്ധതിയാണ്, മാതാവിൻ്റെ പദ്ധതിയാണെന്ന് പറയാം. ഈ ഉത്തിരീയ സഖ്യം അവിടെ സ്ഥാപിക്കുവാൻ നമുക്ക് ഇടവന്നു. വികാരി ഫാദർ ആൻ്റണി റെക്സൺ പിൻറ്റോ വളരെ പ്രത്യേകമായ താല്പര്യം കാണിക്കുകയും വളരെ ശ്രദ്ധയോടുകൂടെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുകയും ഉത്സാഹപൂർവ്വം ഓടി നടന്ന കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു. 400 പേര് അന്ന് ഒത്തിരിയ സഖ്യത്തിൽ അംഗങ്ങളായി ചേർന്നു. രാവിലെ 2:30 ഞങ്ങൾ കർമ്മന മാതാവിൻ്റെ രൂപവുമായി അവിടെ എത്തി. ഞങ്ങൾ 3 കർമ്മിണിത്വ വൈദികരും 21ഓളം പ്രൊമോട്ടേഴ്സും മാതാവിൻ്റെ തിരുസ്വരൂപത്തിന് അകമ്പടി സേവിച്ചുകൊണ്ടാണ് അങ്ങോട്ട് ചെന്നത്. അവിടെ ഈ തിരുസ്വരൂപം സ്വീകരിച്ച് ദേവാലയത്തിന് പുറത്തുനിന്ന് പ്രദക്ഷിണമായി ദേവാലയത്തിലേക്ക് എതിരേറ്റ് കൊണ്ടുവരികയായിരുന്നു. ആ എതിരേൽക്കുന്ന പ്രദക്ഷിണവും വളരെ മനോഹരമായിരുന്നു. കർമ്മന മാതാവിൻ്റെ വസ്ത്രമണിഞ്ഞ് നയിക്കപ്പെട്ട ഒരു കൊച്ചുകുട്ടി മാതാവായി തന്നെ മുൻപിൽ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെയുള്ള ലീഗ് അംഗങ്ങളും വെള്ളവസ്ത്രം ധരിച്ച് കൊച്ചുകുട്ടികൾ പൂക്കൾ വിതറിയൊക്കെ മാതാവിന് ഹൃദ്യമായ ഊഷ്മളമായ സ്വീകരണമാണ് നൽകിക്കൊണ്ടിരുന്നത്. ആ ദേവാലയത്തിൽ വന്നിരുന്ന എല്ലാവരും തന്നെ ഈ സ്വീകരണ പ്രദക്ഷിണത്തിൽ പങ്കുചേർന്നു. ദേവാലയത്തിലേക്ക്
സമയിക്കപ്പെട്ട തിരുസ്വരൂപത്തെ വികാരിയച്ഛൻ പുഷ്പമാല്യം അണിയിച്ചും ധൂപാർച്ചന നടത്തിയും വരവേൽപ്പ് കൊടുത്ത് പള്ളിയിലേക്ക് പ്രവേശിച്ചു. തുടർന്ന് ദൈവബലി 4 വൈദികരും കൂടി ചേർന്ന് ഞങ്ങൾ 3 കർമ്മിണിത്ത വൈദികരും അവിടുത്തെ വികാരിയച്ഛനും ചേർന്ന് ദൈവബലി അർപ്പിച്ചു. ഉദയത്തെക്കുറിച്ചുള്ള പ്രഭാഷണം നൽകി. കുർബാനയ്ക്ക് ശേഷം തിരുവുത്തിരിയും ആശീർവദിച്ചു. പ്രത്യേക പ്രാർത്ഥനകൾ ചൊല്ലി വിശ്വാസികളെ കഴുത്തിലണിയിച്ചുകൊണ്ട് അവരെ ഈ കർമ്മലീത്ത ഉത്തിരിയ സഖ്യത്തിലെ അംഗങ്ങളാക്കി തീർക്കുകയും ചെയ്തു. അങ്ങനെ വളരെ മനോഹരമായി പ്രത്യേകമായും ഈ 30ാം വാർഷികത്തിന് അനുയോജ്യമായി നല്ലൊരു ആത്മീയ ചൈതന്യം, മാതാവിൻ്റെ പ്രത്യേകമായ സംരക്ഷണവും സഹായവും മാതൃവാത്സല്യവുമൊക്കെ ആ ഇടവകയുടെ മേൽ ചൊരിയുന്നൊരു അനുഭവമായി അതെല്ലാവർക്കും അനുഭവപ്പെടുകയും ചെയ്തു. അന്ന് ആ തിരുസ്വരൂപം ആ ദേവാലയത്തിൽ തന്നെ വച്ചിരുന്നു. വളരെ പേര് വന്ന് പ്രാർത്ഥിക്കുകയും ഉത്തരീയ കാണിക്കുകയായി മാതാവിന് സമർപ്പിച്ചുകൊണ്ട് അവരുടെ സ്നേഹാദരവുകൾ പ്രകടിപ്പിക്കുകയും ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുകയുമൊക്കെ ചെയ്തു. മാതാവിൻ്റെ പ്രത്യേകമായ സാന്നിധ്യവും അനുഗ്രഹവും അവിടെ നിറഞ്ഞു നിൽക്കുന്നതായി എല്ലാവർക്കും അനുഭവപ്പെടുകയും ചെയ്തു.
സേവിക്കണം.